മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളമാകെ സഞ്ചരിച്ച വിവാദമായ നവകേരള ബസ് മെയ് 5 മുതൽ സർവീസ് ആരംഭിക്കും. സർവീസ് പ്രഖ്യാപിച്ച നവകേരള ബസ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റും. അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കിയ ബസ് ഇപ്പോൾ തിരുവനന്തപുരം പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിലാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നമുക്കറിയാം നിരവധി വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ബസ് സാധാരണ പാസഞ്ചർ സർവീസിനായി ഉപയോഗിക്കുന്നത്. നേരത്തെ ടൂറിസം വകുപ്പിന് പൂർണ്ണമായും വിട്ടുകൊടുക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ കേരളമാകെ സഞ്ചരിച്ച നവകേരള ബസ് ഗരുഡ പ്രീമിയം എന്ന പേരിൽ മെയ് 5 മുതൽ സർവീസ് നടത്തുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആ ബസ്സിന് സമീപത്താണ്. തിരുവനന്തപുരം പാപ്പൻകോട് സെൻട്രൽ വർക്ക്ഷോപ്പിൽ അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി കോഴിക്കോട്ടേക്ക് യാത്ര പുറപ്പെടാനായി ബസ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറെ വിവാദമായ ഒരു സംഭവം എന്നുള്ളത് ഈ ബസ്സിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആയിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ആ ലിഫ്റ്റ് ഉൾപ്പെടെ ഈ ഒരു ബസ്സിലുണ്ട്. കാര്യമായ മാറ്റങ്ങൾ സീറ്റിൽ വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ലിഫ്റ്റ് ഇപ്പോഴും ബസ്സിലുണ്ട്. നമ്മൾ കാണുന്നത് പോലെ ഈ ഒരു ഈ ബട്ടണിൽ ഈ വാഹനത്തിന്റെ ഈ സ്റ്റെപ്പിൽ കയറി നിന്ന് ഈ വാഹനത്തിന്റെ ഈ ഒരു ഗ്രീൻ ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ വാഹനത്തിന്റെ ലിഫ്റ്റ് താനെ പൊങ്ങുന്നതായിരിക്കും. അത് പൊങ്ങി മുകളിൽ വന്നതിന് ശേഷം ഈ വാഹനത്തിന്റെ ഉള്ളിലേക്ക് യാത്രക്കാർക്ക് കടക്കാൻ കഴിയും. കടന്നതിന് ശേഷം, അതായത് ഏകദേശം അവർക്ക് എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ച് ഈ വാഹനത്തിന്റെ ലിഫ്റ്റ് ഉയർത്താം. അതിനുശേഷം ഇറങ്ങാൻ സാവകാശമായി വാഹനത്തിന്റെ ലിഫ്റ്റ് താഴത്തേക്ക് നമുക്ക് പ്രസ് ചെയ്താൽ അത് താഴത്തേക്ക് പോയി യാത്രക്കാർക്ക് ഇതിലേക്ക് കയറാനുള്ള സാഹചര്യം ഉണ്ടാവും. നമ്മുടെ ക്യാമറാമാൻ ഉൾപ്പെടെയുള്ളവർ ഇതിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. അത്തരത്തിൽ വളരെയധികം മികച്ച ക്രമീകരണങ്ങൾ തന്നെയാണ് നവകേരള ബസ്സിൽ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഏറെ വിവാദം ഉയർന്നത് ഈ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ നൽകാൻ കാശില്ലാതിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ആർഭാടം നടത്തുന്നു എന്നുള്ള ആരോപണങ്ങളും ദൂർത്തും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അങ്ങനെ ആ വാഹനത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഏകദേശം ഇത്രയധികം സീറ്റുകൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെ സഞ്ചരിച്ച സീറ്റിന് കാര്യമായ മാറ്റം വരുത്തിയിട്ടല്ല. അത് ഏറ്റവും മുൻപിലായി ആ സീറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സീറ്റിലാണ് അന്ന് മുഖ്യമന്ത്രി യാത്ര ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വാഹനത്തിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്തതും മന്ത്രിമാർക്കായി ഇത്രയധികം ആർഭാടം ഒരുക്കുന്നതുമൊക്കെ അന്ന് ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. മെയ് 5 മുതലാണ് ഈ വാഹനം പൊതുനിരത്തിൽ യാത്രക്കാർക്കായി പൊതുജനങ്ങൾക്കായി സർവീസ് നടത്താൻ പോകുന്നത്. 1171 രൂപയാണ് ആദ്യഘട്ടങ്ങളിൽ ഈ വാഹനത്തിന്റെ നിരക്ക് ചാർജ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളുണ്ട്. മെയ് 5-ാം തീയതി ഇത് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്കും തുടർന്ന് പിറ്റേ ദിവസം രാവിലെയോടുകൂടി, അതായത് പുലർച്ചെ 4 മണിക്ക് ആരംഭിക്കുന്ന സർവീസ് 11:30 ബംഗളൂരുവിലെത്തും. ബംഗളൂരുവിൽ നിന്ന് ഉച്ചയ്ക്ക് 2:30 തിരികെ ഈ ബസ് കോഴിക്കോട്ടേക്ക് എത്തും. അത്തരത്തിലൊരു യാത്രാ ക്രമീകരണങ്ങളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വാഹനത്തിൽ ബയോ ടോയ്ലറ്റ് ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ബയോ ടോയ്ലറ്റ് ആണ്. അത്തരത്തിൽ യാത്രക്കാർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ ഈ വാഹനത്തിന്റെ ഓരോ ഭാഗത്തായി സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ബയോ ടോയ്ലറ്റ് ഉണ്ട്. യാത്രക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടിയാണ് ഈ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഗരുഡ പ്രീമിയം എന്ന പേരിലായിരിക്കും ഈ വാഹനം അറിയപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങൾ കൂടി കുറെ കാണിച്ചു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. യാത്രക്കാർക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല 26 പുഷ് ബാക്ക് സീറ്റുകളാണ് ഈ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ആ 26 സീറ്റിലും ഫുൾ ബുക്ക്ഡ് ആയിട്ടായിരിക്കും ഈ വാഹനം കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് ആദ്യ സർവീസ് നടത്താൻ പോവുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സെൻട്രൽ ഡിപ്പോയിൽ പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിൽ അവസാനഘട്ട മിനുക്കുപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കായി ഇവിടെ ഒരു സഹായി അല്ലെങ്കിൽ ഡ്രൈവർ, KSRTC ഡ്രൈവർ ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഈ ഒരു ചേട്ടാ, ആദ്യമായിട്ടാണെങ്കിൽ ഒരു ബസ് ഓടിക്കുന്നത്? KSRTCയിൽ സർവീസ് തുടങ്ങാൻ വേണ്ടി ആദ്യമായിട്ടല്ലേ പോകുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് പറയാം. എങ്ങനെയുണ്ട് ഈ ഒരു ബസ് ഓടിക്കാൻ കഴിഞ്ഞ സന്തോഷം? ബസ് ഓടിക്കാൻ നല്ല കംഫർട്ടബിളാണ്. KSRTCയുടെ ആദ്യത്തെ സർവീസും കൂടിയല്ലേ, അതിൻ്റെ ഇതുണ്ട്. ദീർഘദൂര ബസ്സാണ്. അപ്പം പുതിയ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ കോഴിക്കോട് നിന്ന് എത്തും. അപ്പോൾ ഇത് ഓടിക്കാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ടോ? തീർച്ചയായും. വൈകിട്ടോട് കൂടി ഏകദേശം 6 മണിയോട് കൂടി കോഴിക്കോട് നിന്നും ഒരു കണ്ടക്ടറും ഡ്രൈവറും ഇവിടെ എത്തും. അവരിവിടെ എത്തിയ ശേഷം ഈ വാഹനം ഏറ്റെടുക്കും. അതിനുശേഷം ഈ വാഹനം 6 മണിയോട് കൂടി ഈ സെൻട്രൽ വർക്ക്ഷോപ്പിൽ നിന്ന് പാപ്പനംകോട് നിന്നും കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും.
കോഴിക്കോട് കൊണ്ടുപോയതിനു ശേഷം മെയ് 5-ാം തീയതി മുതലാണ് ആദ്യ സർവീസ് നടത്തുന്നത്. പൂർണ്ണമായും എ സി കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് യാത്രക്കാർക്ക് യാതൊരു രീതിയിലുള്ള ദീർഘദൂര സർവീസാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഈ വണ്ടിയിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ആർഭാടം വലിയ രീതിയിൽ നടത്തുന്നു എന്നുള്ളൊരു ആരോപണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇത്തരത്തിലൊരു വാഹനത്തിൽ യാത്ര ചെയ്തതും ഒപ്പം തന്നെ ആ വാഹനം പിന്നീട് മ്യൂസിയത്തിലേക്ക് മാറ്റുമെന്നുള്ള ചില CPM നേതാക്കളുടെ പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് KSRTCക്ക് വിറ്റ് നൽകും, പൊതു ഗതാഗതത്തിന്റെ ഭാഗമായി അത് ഉപയോഗിക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടങ്ങളിൽ അവർ അറിയിച്ചത്. പക്ഷേ അതിന്റെ റൂട്ട്, അതിന്റെ യാത്രാ നിരക്ക് ഇത് സംബന്ധിച്ച കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിരുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് KSRTCയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു ഉത്തരവ് പുറത്തു വരുന്നത്. 1171 രൂപയ്ക്ക് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ സർവീസ് നടത്തുക. പിന്നീട് സർവീസിൽ ഒരുപക്ഷെ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിലൊരു അന്തിമ തീരുമാനം പിന്നീടായിരിക്കും അറിയാം. എന്തായാലും AC ബസ്സുകൾക്കുള്ള 5% ലക്ഷറി ടാക്സ് ഉൾപ്പെടെ ഈ വാഹനത്തിൽ യാത്ര ചെയ്യാൻ നൽകേണ്ടി വരും. വൈകിട്ട് 6:30 കൂടി കോഴിക്കോട്ടേക്ക് ഈ ബസ് കൊണ്ടുപോകും. അതിനുശേഷം നവകേരള ബസ് സർവീസ് എന്നതിന് മാറ്റി ഗരുഡ പ്രീമിയം എന്ന പേരിലായിരിക്കും ഈ ലക്ഷറി ബസ് കേരളത്തിന്റെയും ഒപ്പം തന്നെ കർണാടകയുടെയും ബംഗളൂരുവിന്റെയും ഒക്കെ നിരത്തിലൂടെ പൊതുഗതാഗതത്തിന്റെ ഭാഗമായി സർവീസ് നടത്തുക. വ്യക്തമാണ്. ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.